Done. Ready. Okay. Okay. ഇയാളെന്താ ഒരുമാതിരി പിള്ളേരെ പോലെ? Hello. ഹലോ Every energy അതല്ലേ? ഹലോ പറയൂ നസ്രിയ, ഒരു എനർജിയുടെ സീക്രട്ട്. ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. എന്തൊരു ചളിയാടോ. കൊള്ളൂലല്ലേ? വേണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോ വിട്ടിട്ടുള്ള ചളി അതൊക്കെ. ഇതിന്റെ എനർജിയുടെ രഹസ്യം ബൂസ്റ്റ് ചെയ്ത സീക്രട്ട് എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെയൊക്കെ റേഞ്ചിന് പറ്റിയൊരു കോമഡി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ വന്നിരുന്നപ്പോഴേ ഇത് തമ്മിൽ ആ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോ ഈ ഇന്റർവ്യൂ ചെളിയിലൊക്കെ ഉരുണ്ടിട്ട് വന്നാണ്ടില്ലേ, ടൈം കിട്ടിയില്ല പുള്ളി കഴുകാൻ. നീ ഇപ്പൊ ചളി പറഞ്ഞത് തെറിച്ചതാ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്നെ ആ മാപ്പിളോട് കളിക്കണ്ടട്ടാ, അയലൊരു ഈടും മൂടില്ലാത്തവനാ. മുടി വെട്ടിയത് ബസ് കട്ടെന്നാ പറഞ്ഞത്. ആ കണ്ടക്ടറിന്റെ കട്ടെന്നാ, ബസ് കണ്ടക്ടർ കട്ട്. ഒരു ബസ്സിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. സ്വന്തം മൂവിയിൽ നസ്രിയ ചേച്ചിനെ നായികയാക്കോ? ഇല്ല, ആക്ച്വലി ഞാൻ ഒരു സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു, ഡയറക്ട് ചെയ്യുന്ന സിനിമ. ഓക്കെ, പിന്നെ അവൻ തന്നെ ക്യാൻസൽ ചെയ്തു. വേണ്ടെന്ന് വെച്ച് എന്തുകൊണ്ടാ വേണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ല ആരെങ്കിലും കിട്ടിയിട്ട് ചെയ്യാം. അപ്പൊ ഓം ശാന്തി ഓശാനയും നേരം ഇതൊക്കെ ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പേ ഇത്രയും പ്രായമുള്ളതുകൊണ്ട് നല്ല പ്രായമുണ്ട്, ഫുൾ ഡൈയാ. ഞാൻ കുഞ്ഞുനാള് മുതലേ കാണുന്ന ഒരാളാണ്. ഇവന്റെ അബൂബന് അത്രയും സീനിയർ ആയിട്ടുള്ള ഇത്രയും പ്രായമുള്ള ഒരാളുടെ കൂടെ അങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളതല്ല. വലിയ തമാശക്കാരനാണല്ലേ? പക്ഷെ എനിക്ക് തമാശ ഇഷ്ടമല്ല. തമാശ പറയുന്നതിന്റെ മൂട്ടിൽ ഞാൻ പടക്കം വെച്ച് പൊട്ടിക്കും. ഇത് ചോദ്യം ചോദിക്കുമ്പോൾ ബേസിലേട്ടൻ നസ്രിയ ചേച്ചിയായിട്ട് ആൻസർ പറയണം. ബേസിലേട്ടനോടാണ്, അപ്പൊ നസ്രിയാണ് കേട്ടോ പുള്ളി കയറിയിരിക്കുന്നത്. ആരാ? നസ്രിയ. ഒരു നടിയായിട്ടാണോ അതൊരു പ്രൊഡ്യൂസർ ആയിട്ടാണോ കൂടുതൽ കംഫർട്ടബിൾ? പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ. അത് എന്തുകൊണ്ട്? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. സന്തോഷമുണ്ട്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.